गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्मं तस्मै श्री गुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം. 2026 ജൂൺ 28 മുതൽ ജൂലൈ 4 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട് മിഥുനം 14 മുതൽ 20 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജൻ, സഹോദരസ്ഥാനത്ത് സൂര്യൻ, സുഖസ്ഥാനത്ത് ബുധനും വ്യാഴവും, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ശുക്രൻ, വ്യയസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യപുഷ്ടിയും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. തൊഴിൽ പുരോഗതി, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. തസ്കരഭയം പ്രതീക്ഷിക്കാം. അനുഭവ ഗുണം വർദ്ധിക്കും. ബന്ധുക്കളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വാഹന ശയനസുഖമുണ്ടാകും. ശത്രുവർദ്ധനവ് പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജൻ, ധനസ്ഥാനത്ത് സൂര്യൻ, സഹോദരസ്ഥാനത്ത് ബുധനും വ്യാഴവും, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ ശുക്രൻ, ലാഭസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവ ഗുണം വർദ്ധിക്കും. ഐശ്വര്യവും ആജ്ഞാശക്തിയും ഉണ്ടാകും. കാര്യതടസ്സം ഉണ്ടാകാനിടയുണ്ട്. സഹോദര ബന്ധത്തിൽ ഉലച്ചിൽ വരാതെ ശ്രദ്ധിക്കുക. രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത. മൃഷ്ടാന്ന ലാഭം, ശത്രുഭയം, സ്വാതന്ത്ര്യക്കുറവ്, തൊഴിൽ പുരോഗതി എന്നിവ ഉണ്ടാകാം. മനസുഖം കുറയും. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് കുജൻ, ജന്മത്തിൽ സൂര്യൻ, ധനസ്ഥാനത്ത് ബുധനും വ്യാഴവും, ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ശുക്രൻ, കർമ്മസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹപീഡയും സഞ്ചാരക്ലേശവും ഉണ്ടാകും. ശത്രുനാശം, മൃഷ്ടാന്ന ലാഭം, അപകടഭീതി, സർക്കാർ ഗുണാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകാം. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ധനലാഭവും കുടുംബസുഖവും പ്രതീക്ഷിക്കാം. പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കാനിടയുണ്ട്. ധനലാഭം പ്രതീക്ഷിക്കാം. കർമ്മഗുണം കുറയാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് കുജൻ, വ്യയസ്ഥാനത്ത് ആദിത്യൻ, ജന്മത്തിൽ ബുധനും വ്യാഴവും, ജന്മത്തിലും ധനസ്ഥാനത്തുമായ ശുക്രൻ, ഭാഗ്യസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. സഞ്ചാര തടസ്സം, ശത്രുനാശം, മൃഷ്ടാന്ന ലാഭം, അഗ്നിഭയം എന്നിവ ഉണ്ടാകാം. ഭൂമിയിൽ നിന്ന് ആദായം വർദ്ധിക്കാനിടയുണ്ട്. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. സ്ഥാനചലനം ഉണ്ടാകാനിടയുണ്ട്. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. ധർമ്മപ്രവർത്തികൾക്ക് തടസ്സം നേരിടാനിടയുണ്ട്. ദേഹപീഡയും കോപവർദ്ധനവും ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് കുജൻ, ലാഭസ്ഥാനത്ത് ആദിത്യൻ, വ്യയസ്ഥാനത്ത് ബുധനും വ്യാഴവും, വ്യയസ്ഥാനത്തും ജന്മത്തിലുമായ ശുക്രൻ, അഷ്ടമത്തിൽ ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ബന്ധുക്കൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭത്തിന് യോഗം കാണുന്നു. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താൽപ്പര്യം കുറയാം. ദുഷ്പ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. കാര്യവിജയം, ഭയം, ദുഃഖം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. അനുഭവ ഗുണം വർദ്ധിക്കും. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് കുജൻ, കർമ്മസ്ഥാനത്ത് ആദിത്യൻ, ലാഭസ്ഥാനത്ത് ബുധനും വ്യാഴവും, ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ ശുക്രൻ, കളത്തസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതിക്കും കാര്യവിജയത്തിനും സാധ്യത കാണുന്നു. സുഖാനുഭവ യോഗം, വസ്ത്രലാഭം, സഞ്ചാര തടസ്സം, രോഗശമനം എന്നിവ ഉണ്ടാകും. ധനവ്യയം അധികരിക്കും. വിദ്യാലാഭം പ്രതീക്ഷിക്കാം. കുടുംബസൗഖ്യവും മനസ്സന്തോഷവും ഉണ്ടാകും. സ്ഥാനപ്രാപ്തിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സുഖഭോജനവും സുഗന്ധദ്രവ്യ ലാഭവും ലഭിക്കാൻ സാധ്യത കാണുന്നു. ദൂരദേശയാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്ര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ കുജൻ, ഭാഗ്യസ്ഥാനത്ത് ആദിത്യൻ, കർമ്മസ്ഥാനത്ത് ബുധനും വ്യാഴവും, കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായ ശുക്രൻ, ശത്രുസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശവും കാര്യവിജയവും ഉണ്ടാകും. അപമാനകരമായ സാഹചര്യങ്ങളെ നേരിടേണ്ടതായി വന്നേക്കാം. സന്താന ഗുണം കുറയും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. വ്രണാദി രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. വസ്തുലാഭം, ഭയം, ദുഃഖം, അധിക ചെലവ് എന്നിവ ഉണ്ടാകാനിടയുണ്ട്. പ്രിയപ്പെട്ടവരെ പിരിഞ്ഞിരിക്കേണ്ടതായി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ലക്ഷ്മീനാരായണ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് കുജൻ, അഷ്ടമത്തിൽ ആദിത്യൻ, ഭാഗ്യസ്ഥാനത്ത് ബുധനും വ്യാഴവും, ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായ ശുക്രൻ, പുത്രസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. അധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാഗ്യവർദ്ധനവ്, ധനവ്യയം, വസ്ത്രലാഭം, ഭയം എന്നിവ ഉണ്ടാകാം. ദാമ്പത്യ സൗഖ്യം കുറയാം. ഉദരരോഗങ്ങൾക്ക് സാധ്യത. സന്താന ഗുണം കുറയും. ആജ്ഞാശക്തിയും സാമർഥ്യവും വർദ്ധിക്കും. ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് കുജൻ, കളത്രസ്ഥാനത്ത് ആദിത്യൻ, അഷ്ടമത്തിൽ ബുധനും വ്യാഴവും, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ശുക്രൻ, സുഖസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ബന്ധുക്കൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകാനിടയുണ്ട്. സ്വാതന്ത്ര്യക്കുറവ് അനുഭവപ്പെടും. കാര്യവിജയവും സന്താന ലാഭവും ഉണ്ടാകും. രോഗങ്ങൾ ശമിക്കും. പൊതുവെ കാര്യങ്ങളിൽ അനുകൂലമാകും. ചെലവുകൾ നിയന്ത്രിക്കുക. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകാനിടയുണ്ട്. ശാരീരിക അധ്വാനം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് കുജൻ, ശത്രുസ്ഥാനത്ത് ആദിത്യൻ, കളത്രസ്ഥാനത്ത് ബുധനും വ്യാഴവും, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായ ശുക്രൻ, സഹോദരസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശവും ധനലാഭവും ഉണ്ടാകും. മൃഷ്ടാന്ന ലാഭം, വസ്ത്രലാഭം, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ഉചിതമല്ലാത്ത ചിന്തകൾ മനസ്സിനെ ഭരിക്കും. സന്താനക്ലേശത്തിന് സാധ്യത കാണുന്നു. സ്വജന വിരോധമുണ്ടാകാം. കാര്യസിദ്ധിയും ബുദ്ധിവർദ്ധനവും ഉണ്ടാകും. സ്ത്രീകൾ നിമിത്തം കലഹത്തിന് സാധ്യത. കീഴുദ്യോഗസ്ഥരിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, മഹാലക്ഷ്മി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് കുജൻ, പുത്രസ്ഥാനത്ത് ആദിത്യൻ, ശത്രുസ്ഥാനത്ത് ബുധനും വ്യാഴവും, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ശുക്രൻ, ധനസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. വാക്കുപിഴയും അതുമൂലം നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. രോഗാരിഷ്ടതകളും ഒറ്റപ്പെടലും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. അനുഭവ ഗുണം കുറയും. ഉന്നതന്മാരുടെ പിന്തുണ ലഭിക്കും. ബന്ധുക്കളെ കൊണ്ടുള്ള ദുഃഖത്തിന് സാധ്യത കാണുന്നു. സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, പണച്ചെലവ്, ഭാഗ്യവർദ്ധനവ് എന്നിവ അനുഭവപ്പെടും. മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ലക്ഷ്മീനാരായണ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് കുജൻ, സുഖസ്ഥാനത്ത് ആദിത്യൻ, പുത്രസ്ഥാനത്ത് ബുധനും വ്യാഴവും, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ ശുക്രൻ, ജന്മത്തിൽ ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സവും മനോവിഷമവും ഉണ്ടാകാനിടയുണ്ട്. ഭയം, തൊഴിൽ പുരോഗതി, ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. സ്വർണ്ണാഭരണ ലാഭം ഉണ്ടായേക്കാം. ആലോചനയില്ലാത്ത പ്രവൃത്തികൾ ബുദ്ധിമുട്ടുണ്ടാക്കും. പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാനിടയുണ്ട്. ബന്ധുഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. സ്വജനങ്ങളുടെ വേർപാട് മനസ്സിനെ ഉലയ്ക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.